നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെലവ് പ്രതീക്ഷിക്കുന്നത് 7,000 കോടി രൂപയോളം. എന്നാൽ അതിലൂടെ ലഭിക്കുന്ന വരുമാനമാകട്ടെ 2 ലക്ഷം കോടിയും. 40 മുതൽ 45 കോടി ജനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനപ്രവാഹമുണ്ടാകുന്ന മഹാകുംഭമേളയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഇപ്പോഴും ഇന്ത്യയിലെ പലർക്കും മനസ്സിലായിട്ടില്ല, പ്രത്യേകിച്ചും കേരളത്തിലെ ചിലർക്ക്. ലോകത്താകമാനമുള്ള ജനങ്ങൾ ഇന്ന് തിരയുന്ന ഈ മഹാസ്നാനത്തെക്കുറിച്ച് ഭാരതീയരായ ചിലർക്കൊക്കെ തന്നെ അറിയാമെങ്കിൽ പോലും അറിയില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. കുംഭമേളയെ അലങ്കോലപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള ആരോപണം ഒരു ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം ചൈനയെ വെച്ച് ഉപമിച്ച്, അതായത് നമ്മളിപ്പോൾ പുണ്യസ്നാനം നടത്തുമ്പോൾ ചൈന AI വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും എത്ര വർഷം പിന്നിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഇന്ത്യയിലെ ഈ പുരാതന സാംസ്കാരിക സംഗമത്തെ അവഹേളിച്ചതുപോലും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനായി സാധിക്കും. പിന്നാലെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ചൈനീസ് ഏജന്റാണോ ജോൺ ബ്രിട്ടാസ് എന്നും കമ്മ്യൂണിസ്റ്റുകാരെന്നും രാഹുൽ ഗാന്ധി എന്നും ഒക്കെ തന്നെ പല തവണയായി ചോദ്യം ഉന്നയിച്ചിരുന്നു. പിറകെ ഈ കുംഭമേളയെ അലങ്കോലപ്പെടുത്താൻ സോഷ്യൽ മീഡിയ മേഖലയിലൂടെ സൈബർ ഇടത്തുകൂടി വലിയൊരു ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയിൽ നടന്ന അപകടം അത് ഏറ്റവും ദാരുണമായതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായി പരമാവധി ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരണുവിട അങ്ങോട്ട് മാറിയപ്പോൾ സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ച് വ്യാജ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ UP പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ്. 7ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് മേള കൊട്വാലി പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിരിക്കുന്നത്. കേസ് അന്വേഷിച്ച് അതനുസരിച്ച് നടപടി സ്വീകരിക്കാനാണ് സൈബർ സംഘത്തെയും പ്രത്യേക പോലീസ് സംഘത്തെയും ഇപ്പോൾ ചുമതലപ്പെടുത്തിയതായി SP രാജേഷ് ദ്വിവേദി പറഞ്ഞിരിക്കുന്നത്. കുംഭമേളയിൽ നടന്ന അപകടമെന്ന രീതിയിൽ നമ്മളിൽ ചിലരെങ്കിലും കണ്ടിരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും തന്നെ കുംഭമേളയുടേതല്ല. പകരം വളരെ കാലം മുൻപ് നേപ്പാളിൽ നടന്ന ഒരു കൂട്ടം മരണത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് കുംഭമേളയുടെ ദൃശ്യങ്ങളെന്ന പേരിൽ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചില രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫാക്ട് ചെക്കിലൂടെ കൃത്യമായി ഇക്കാര്യം മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചെന്നും കുടുംബാംഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിൽ അടക്കം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ പരമാവധി താറടിച്ച് കാണിക്കാനും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക പാരമ്പര്യത്തെ അവഹേളിക്കാനുമായി ചിലർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുംഭമേളയെക്കുറിച്ചും ഈ മഹത്തായ സ്നാനത്തെക്കുറിച്ചുമൊക്കെ തന്നെ മോശകരമായ രീതിയിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പല പോസ്റ്റുകളും പലരും പങ്കുവെക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും പാലിക്കാനും അതിനെ പരിപാലിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോഴാണ് ഒരു വിഭാഗം ആളുകളെ കരിവാരിത്തേക്കാനായി പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വ്യാജ വാർത്തയിൽ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് അയക്കാൻ കുടുംബത്തിനൊരു ആംബുലൻസ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നൽകണമെന്ന തലക്കെട്ടോടുകൂടി അടിക്കുറിപ്പോടുകൂടിയൊക്കെ തന്നെയാണ് പലരും പങ്കുവച്ചത്. പക്ഷേ ഇതൊക്കെ കണ്ട പോലീസുകാർ ഇത് പരിശോധിച്ചു വന്നപ്പോൾ അത് നേപ്പാളിൽ ചിത്രീകരിച്ച ഒരു പഴയ വീഡിയോ ആണ്, അവിടെ സംഭവിച്ച ഒരു ദുരന്തമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വന്നത്. ഇതുപോലെ പലതരത്തിലുള്ള വ്യാജ വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 5ഓളം വീഡിയോകൾ വ്യാജമാണെന്ന നിലവിൽ ഫാക്ട് ചെക്കിലൂടെ പോലീസ് സംഘം തന്നെ കണ്ടെത്തി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതുകൂടാതെ നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സമാനമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോക്താക്കളെ തിരിച്ചറിഞ്ഞ് കുംഭമേളയെ അപകീർത്തിപ്പെടുത്തുന്നതിന് പിന്നിലെ അവരുടെ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചുവെന്നും SP തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബസന്ത് പഞ്ചമിയുടെ 3ാമത്തെ അമൃത് സ്നാനത്തിന് മുൻപ് ഈ വ്യാജ വീഡിയോകൾ എന്തിനാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിലൊന്നായ മൗനി അമാവാസി ദിനത്തിൽ പുണ്യസ്നാനം നടത്താൻ ഒട്ടനവധി തീർത്ഥാടകർ അവിടെ എത്തിയിരുന്നു. തീർത്ഥാടകരൊക്കെ തന്നെ തിരക്ക് കൂട്ടിയതിനെ തുടർന്നാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ഈ തിക്കും തിരക്കും കൂട്ടി അപകടമുണ്ടാകുന്നതിന് മുൻപ് പലരും ബാരിക്കേഡുകൾ തകർക്കാൻ പോലും ശ്രമിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് അപകടത്തിലേക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പുലർച്ചെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് 30 പേരോളം മരണപ്പെട്ട ഈ ദാരുണ സംഭവം ഉണ്ടായത്. അതിൽ 25 പേരെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമവും പോലീസ് നടത്തിയിരുന്നു. 90ഓളം പേർക്ക് അതിൽ പരിക്കും സംഭവിച്ചു.
സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലെവിടെയാണ് പാളിച്ച സംഭവിച്ചത്? ഇതിനുവേണ്ടി 3-അംഗ അന്വേഷണ സമിതിക്കും രൂപം നൽകി. വിരമിച്ച ജഡ്ജി ഹർഷ് കുമാർ നേതൃത്വം നൽകുന്ന 3-അംഗ അന്വേഷണ സമിതിയിൽ മുൻ DGP VK ഗുപ്ത, വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ DK സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. മുഴുവൻ സംഭവത്തിലും പ്രത്യേക പോലീസ് അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചത്. ഇത്തരമൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആഴത്തിൽ തന്നെ അന്വേഷണം നടത്തി കണ്ടെത്തണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം അവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തമുണ്ടായതിന് പിന്നാലെ നിർത്തിവെച്ച സ്നാനം പിന്നീട് പുനരാരംഭിക്കാനും സാധിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ വലിയ ആൾക്കൂട്ടം ശ്രമിച്ചത് അപകട കാരണമാണെന്ന് പ്രാഥമിക വിലയിരുത്തലിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ഒരു കാരണവശാലും ഇനി സംഭവിക്കാതിരിക്കാനും വേണ്ട വിധത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ മഹാകുംഭമേളയെക്കുറിച്ച് പറയുന്നത്. അതും ഇത്തവണത്തെ കുംഭമേള മഹാകുംഭമേളയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടി. നിരവധി ഉത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഈ കുംഭമേളയെക്കുറിച്ച് പരാമർശിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. മനുഷ്യരാശിയുടെ വിവരിക്കാൻ പോലും കഴിയാത്ത പൈതൃകമെന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണകുംഭമേളയും 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേളയുമാണ് നടത്തിപ്പോരുന്നത്. ഈ നൂറ്റാണ്ടിലേക്കും തന്നെ ഏറ്റവും മഹത്തായ ഉത്സവമായി തന്നെയാണ് ഇതിനെ ഭക്തരൊക്കെ നോക്കിക്കാണുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ കുംഭമേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ വർഷം ജനുവരി 13 ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി 26 വരെ നടക്കും. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം തന്നെ ഏകദേശം 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ പങ്കുവയ്ക്കപ്പെട്ടതാണ്. മഹാകുംഭമേള എന്ന പേരിൽ തന്നെ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ മഹാമേളയെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പാർക്കിംഗ് ഏരിയ മാത്രമായ 1850 ഹെക്ടറോളമുണ്ട്. കുംഭമേള നടക്കുന്ന മേഖലയിലേക്ക് വാഹനങ്ങൾ പോലും കടത്തിവിടാറില്ല. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ 40 കോടി ജനങ്ങളിലധികം എത്തുമെന്നാണ് കരുതുന്നത് പോലും. ആ എത്തുന്ന ജനങ്ങളിൽ ഒരാൾ 5000 രൂപയിൽ താഴെ ചിലവാക്കിയാൽ പോലും ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയിലധികം ലഭിക്കുമെന്നാണ് നിലവിൽ UP സർക്കാർ കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.